And everywhere I go, everywhere, the demand for the medical college comes up. അത് മാത്രമല്ല, ഞാൻ എവിടെ പോയാലും മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള ആവശ്യമാണ് നിങ്ങളിൽ നിന്ന് മുൻപായി വരുന്നത്. Now Rahul ji fought hard for this medical college. ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി രാഹുൽ ജി വളരെ ശക്തമായിട്ട് പോരാടുകയുണ്ടായി. And finally the government said, okay, we will convert the hospital into a medical college. They put up a board. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്? ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ഈ ഹോസ്പിറ്റലിനെ ഒരു മെഡിക്കൽ കോളേജ് ആക്കി മാറ്റാം. എന്നിട്ട് അവിടെ മെഡിക്കൽ കോളേജ് എന്ന് ഒരു ബോർഡ് വെച്ചു. But they still have not given you any facilities of a medical college. പക്ഷെ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചതല്ലാതെ മെഡിക്കൽ കോളേജിന് വേണ്ട ഒരു സൗകര്യങ്ങളും നിങ്ങൾക്ക് ആ ഗവൺമെന്റ് നൽകിയിട്ടില്ല. And so that is a fight that has to continue, and I will continue that fight for you. നിങ്ങളുടെ മെഡിക്കൽ കോളേജിനുള്ള പോരാട്ടം എന്ന് പറയുന്നത് തുടരേണ്ട പോരാട്ടമാണ്. ആ പോരാട്ടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുടരുമെന്ന് നിങ്ങളോട് പറയുന്നു. And related to that is also the night ban. അതിനോട് ബന്ധപ്പെട്ടതുള്ളതാണ് രാത്രികാല യാത്രാ നിരോധനം. Because you cannot continue in this situation where somebody in the family falls sick. You neither have the facilities in your area nor can you reach another area. കാരണം നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് തുടരാൻ പറ്റുക? നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടായി, നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അവരെ ചികിത്സിക്കാനുള്ള സൗകര്യം നിങ്ങളുടെ നാട്ടിൽ ലഭ്യവുമല്ല. It is a tragedy that in this day and age people die because they cannot reach a medical facility. ശരിക്കും ഇന്നത്തെ കാലത്ത് മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രിയിൽ എത്താൻ കഴിയാതെ ജനങ്ങളും ആളുകളും മരിച്ചു പോകുന്നു എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ഒരു വലിയ ദുരന്തമാണ്. So these are the fights which we have to continue to fight together. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകേണ്ട പോരാട്ടങ്ങളാണ് ഈ പറഞ്ഞ പോരാട്ടങ്ങൾ എന്നത്. And I want to raise your voice in parliament on every other platform for these fights. ഈ പോരാട്ടങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഈ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല സാധ്യമായ എല്ലാ വേദികളിലും ഉയർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. But at the same time we also have to have a vision of our own for the future of Wayanad. അത് മാത്രമല്ല, അതേ സമയം തന്നെ നമുക്ക് എല്ലാവർക്കും വയനാടിന്റെ ഭാവിയെ പറ്റി ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം ഉണ്ടാവേണ്ടതുണ്ട്. Food processing can be a big thing. ഇവിടെ ഭക്ഷ്യ സംസ്കരണം എന്ന് പറയുന്നത് വയനാട്ടിൽ ഒരു വലിയ കാര്യമാകാം. Strengthening the agricultural sector, having good food processing units, marketing your crops properly so that all these beautiful things you are growing can reach every end of the world and you can fully benefit from them. നിങ്ങളുടെ കാർഷിക മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇവിടെ കൂടുതൽ വിപണിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവണം. ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതുമൂലം വയനാട്ടിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാവണം. The dairy sector can be strengthened. അതുപോലെ തന്നെ നമ്മുടെ ക്ഷീരമേഖല, അതിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും. Dairy workers can be included in Manrega. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ക്ഷീര കർഷകരെ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. The tourism sector can gain so much strength here. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ വിനോദസഞ്ചാര മേഖലയെ നമുക്ക് ഒരുപാട് ശക്തിപ്പെടുത്താൻ സാധിക്കും. If we improve the infrastructure, we improve the publicity to Wayanad, we show the world what a beautiful place it is. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചാൽ, വയനാടിന് കൂടുതൽ പ്രചാരം കൊടുത്താൽ, ലോകത്തിന് വയനാട് എന്താണെന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താൻ സാധിക്കും. And explore the possibilities for eco-tourism, spiritual tourism. ഇവിടെ ആത്മീയമായ വിനോദസഞ്ചാരത്തിന്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരത്തിനെല്ലാമുള്ള സാധ്യതകൾ നമുക്ക് കൂടുതൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. Ayurveda and so many other things that are available here. ഇവിടെ ആയുർവേദയും അതുപോലെ മറ്റനേകം കാര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ നമുക്ക് അന്വേഷിക്കണം, അത് കൂടുതൽ അതിൽ പ്രവർത്തിക്കണം. The tribal community of Wayanad is its soul, its strength. വയനാടിന്റെ ആത്മാവ് എന്ന് പറയുന്നത്, വയനാടിന്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസി സമൂഹമാണ്. But access to healthcare, access to education is worst in the tribal areas. പക്ഷേ നമുക്കറിയാം, ആദിവാസി മേഖലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതുപോലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് എല്ലാം ഉള്ള പ്രവേശനം ഏറ്റവും പരിമിതമായിട്ടുള്ളത്, കുറവായിട്ടുള്ളത് ആദിവാസി മേഖലകളിലാണ്. They are still struggling for the basic issues: drinking water, access to any healthcare facility, access to good schools. ആരോഗ്യ സംവിധാനം, കുടിവെള്ളം, അതുപോലെ നല്ല സ്കൂളുകൾ, ഇങ്ങനെ പോലെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്നും ഇവിടുത്തെ ആദിവാസി ജനത ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. My brother worked for the upgradation of the PHCs.
അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടി എന്റെ സഹോദരൻ പരിശ്രമിക്കുകയുണ്ടായി. And made mobile vans available in those areas. ആ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം മൊബൈൽ വാനുകൾ ആരംഭിച്ചു. But there's so much more that we still have to do. പക്ഷേ ഇനിയും നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. And I would like to continue his work. അദ്ദേഹം എന്റെ സഹോദരൻ ചെയ്ത പ്രവർത്തികൾ എനിക്ക് തുടരണം. ഞാനത് തുടരാൻ ആഗ്രഹിക്കുകയാണ്. So these are the many problems that you face. ഇതൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും. And yet if anybody has the potential, the strength and the courage and resilience to face these problems, overcome them and create a new future for themselves, it is you. ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നെങ്കിലും ആർക്കെങ്കിലും ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്തും ധൈര്യവും മുൻപുള്ള പോലെയുള്ള പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുവിടാനുള്ള ധൈര്യവും ഇതിനെ അതിജീവിക്കാനുള്ള ധൈര്യവും ഒക്കെ ആർക്കുണ്ടെങ്കിൽ അത് ഇവിടെയുള്ളവർക്കാണ്, വയനാട്ടിലെ നിങ്ങളായ ജനങ്ങൾക്കാണുള്ളത്. When Rahul and I visited the landslide areas a few months back, where there was that massive devastation, അവിടെ വലിയ നാശം നടന്ന, ഇവിടെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വലിയ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും നടന്ന പ്രദേശങ്ങൾ രാഹുലും ഞാനും സന്ദർശിച്ചപ്പോൾ we saw terrible pain and hardship. വളരെയധികം അതിദാരുണമായ വേദന, മുറിവുകൾ ഞങ്ങൾ ഇവിടെ കണ്ടു. And both him and I are not new to seeing these kind of things. We have traveled across the country, seen people in terrible pain, seen natural disasters, all sorts of things. ഞാനും എൻ്റെ സഹോദരനും ഇങ്ങനത്തെ വേദനയൊന്നും ആദ്യമായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. But I remember that day when we went back home, we were both very quiet. അന്ന് ഞാൻ ഓർക്കുകയാണ്, അന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വീട്ടിൽ പോയ ദിവസം ഞങ്ങൾ രണ്ടുപേരും നിശബ്ദമായിട്ട് ശാന്തമായിട്ടിരിക്കുകയായിരുന്നു. What we saw was horrible. കാരണം ഞങ്ങൾ കണ്ടത് അതിദാരുണമായ കാര്യങ്ങളായിരുന്നു അന്ന് ഞങ്ങൾ കണ്ടത്. I will never forget one little boy who lost his entire family. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നഷ്ടപ്പെട്ട ഒരു കൊച്ചു ആൺകുട്ടിയെ, ആ കുട്ടിയെ ഞാൻ ഒരിക്കലും മറക്കില്ല. And he was crying, almost fainting, telling us that he tried to hold on to his mother for hours, but she got swept away. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഏകദേശം ബോധം കെട്ട് വീണ് ആ കുഞ്ഞ് പറയായിരുന്നു, അമ്മയെ നഷ്ടപ്പെടുമ്പോൾ അമ്മ ഇങ്ങനെ മണിക്കൂറുകൾ ചേർത്ത് പിടിച്ച് നിൽക്കായിരുന്നു, പക്ഷെ ആ അമ്മ ഒഴുകിപ്പോയ കാര്യം ആ കുഞ്ഞ് പറയായിരുന്നു. I met a girl the age of my daughter whose entire family had been washed away. എൻ്റെ മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ആ കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. No one was left. ആ കുഞ്ഞിന് ആരും ഉണ്ടായിരുന്നില്ല, കുടുംബത്തിലെ ആരും അവശേഷിച്ചില്ല. I met an old grandmother who was all alone, nobody to look after her. ഒരു പ്രായമായ മുത്തശ്ശിയെ ഞാൻ കണ്ടു, ഒറ്റയ്ക്കായി പോയി, നോക്കാൻ ആരും ഇല്ലാത്തൊരു മുത്തശ്ശിയെ ഞാൻ അവിടെ കണ്ടു. A little 13-year-old boy who lost all his friends. ഒരു 13 വയസ്സുള്ള ആൺകുട്ടി, എല്ലാ കൂട്ടുകാരെയും നഷ്ടപ്പെട്ട ഒരു 13 വയസ്സുള്ള ആൺകുട്ടി. He was crying, saying, I have no friends left. എനിക്ക് ഒരു കൂട്ടുകാരില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയായിരുന്നു. And yet what struck both Rahul and me was the way in which you came together to help each other. പക്ഷേ ഈ സാഹചര്യത്തിൽ എന്നെ മനസ്സിൽ ബാധിച്ച് ചിന്തിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് വന്ന് പരസ്പരം സഹായിച്ചു എന്ന കാര്യമാണ് ഞങ്ങളെ സ്പർശിച്ചത്.